Light fades away darkness. Light symbolizes our belief in Jesus. May the darkness of disbelief be swept away by the rays of light. To solemnize this special occasion, I would like to invite our chief guest, Reverend Sister Jessalyn Maria CHF, our parish priest, Reverend Father Davis Kalithaparambil, our Kaikarans, Mr. Martin Burgess and Mr. Jyotish Joseph, our catechism headmistress, Sister Elsa SABS, and our program conveners, Mr. Anthony Joseph and Mr. Tony Alex, to light the ceremonial lamp. സ്നേഹം നിറഞ്ഞ നമ്മുടെ അതിഥി ചീഫ് ഗസ്റ്റായിട്ട് ധരിച്ചിരിക്കുന്ന സിസ്റ്റർ ജസ്ലിൻ, मेरे प्यारे प्रिय आशा निवास के बच्चे, रेवरेंड सिस्टर एल्सा, रेवरेंड सिस्टर जिन्सी मरिया, रेवरेंड फादर जोमी कलपरम्बन, रेवरेंड ब्रदर ഗ്രീനൽ, ദ്വാരകയിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള നമ്മുടെ സിസ്റ്റേഴ്സ്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അസിസി ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൽ നിന്ന് വന്ന ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇടവകയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ കൊച്ചു മക്കളെ, ഒത്തിരിയേറെ ദിവസങ്ങൾ കാത്തിരുന്നതാണ് നമ്മൾ ഈ ദിവസത്തിന് വേണ്ടി. ഓരോ ഇടവക ദിനവും, ഇതിപ്പോൾ 17ാമത്തെ വർഷത്തെ ഇടവക ദിന ആഘോഷത്തിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുക. ഓരോ ഇടവക ദിനവും ഓരോ വർഷവും നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ. നമ്മുടെ ഇടവകയിൽ ഇത്രയും വർഷം നമ്മളെല്ലാവരും അനുഭവിച്ചു പോന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും പഠിപ്പിച്ച നമ്മുടെ ഈശോയുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ മുന്നേറുമ്പോൾ ഈ 17 വർഷം ഈ ഇടവക സ്ഥാപിതമായിട്ട് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ, ഈ പുണ്യപ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവാശ്രയ ബോധത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടാണ് നമ്മുടെ ഇടവക ഓരോ നിമിഷവും ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഇവിടെ വന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം എന്തുമാത്രമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തോളം ഞാനിവിടെ വികാരിയായി എത്തിയ സമയം മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുക. അതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ഇനിയുള്ള കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും ഒക്കെ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ശിവക്കേരയുടെ യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നൊരു കാര്യം, ആ ഓദർ ശിവക്കേര എന്ന് പറഞ്ഞ ഓദർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ കുറേ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല
നമ്മൾ ചെയ്യുന്ന കാര്യം വ്യത്യസ്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മളതിൽ വിജയം കണ്ടെത്തുക എന്ന്. നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മളത് വ്യത്യസ്തമായ രീതിയിൽ അത് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, ഇന്ന് 12 കൊച്ചുമക്കളും അവരെ നയിക്കുന്ന സിസ്റ്റർ ജസ്ലിനും ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ MST ഫാദേഴ്സ്, നജഫ്ഗഡിലുള്ള MST ഫാദേഴ്സിൻ്റെ എയ്ഡ്സ് പിടിച്ച കുട്ടികളെയും അനാഥരായ കുട്ടികളെയും നമ്മൾ ആദരിച്ചു. ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്ന ഈ കൊച്ചുമക്കൾ അനാഥരാണ്. അവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക, സമൂഹത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം നമ്മളത് ആരംഭിച്ചത്. ഈ വർഷവും നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ബഹൽപൂർ പ്രൊവിൻസ് അല്ല പഞ്ചാബ് പ്രൊവിൻസിലെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന നമ്മുടെ ഈ ആശാ നിവാസ് എന്ന ഒരു ഓർഫനേജ് ആണ്. ആ ഓർഫനേജിലെ കൊച്ചുമക്കളാണ് ഈ ഇരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ. പ്രിയപ്പെട്ടവരെ, അവരെ സ്റ്റേജിലേക്ക് ഉയർത്തി ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമ്മൾ അവരെ ആദരിക്കുമ്പോൾ, അവരെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, അവർ നമ്മുടെ മക്കളാണ്, അവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തിൽ അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലും വലിയൊരു കാരുണ്യം പ്രവൃത്തി നമ്മൾ എന്താ ചെയ്യുക. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് അവരെ ക്ഷണിക്കുകയും അവരെ ആദരിക്കാൻ പോവുകയും ചെയ്യുന്നത്. ഇന്ന് ഇവിടേക്ക് കടന്നു വന്ന അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന വികാരി അച്ഛൻ, നമ്മുടെ ജോമി അച്ഛൻ, ദ്വാരക പയസ് ദ 10th പള്ളിയിലെ വികാരി അച്ഛനാണ് ജോമി അച്ഛൻ. അതുപോലെ തന്നെ അവിടെ റീജൻസി ചെയ്യുന്ന നമ്മുടെ ബ്രദറിനെയും അതുപോലെ തന്നെ അവിടെയുള്ള SMS സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റാഫിനെയും ബാക്കി നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം, ഈ കൾച്ചറൽ ഈവനിങ് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെ അത് ആരംഭിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് അതിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു വെരി മച്ച്.